തിരുവള്ളൂരിൽ നടന്ന ആൾക്കൂട്ട മർദ്ദനം കൊലപാതക ശ്രമമെന്ന് ബന്ധുക്കൾ. രോഗിയായ യുവാവ് മരിച്ചു പോകുമെന്നറിഞ്ഞുകൊണ്ടാണ് മർദ്ദിച്ചതെന്നാണ് ബന്ധുക്കളുടെ ആരോപണമുള്ളത്. നാളെ പോലീസ് യുവാവിന്റെ മൊഴിയെടുക്കുമെന്ന് അറിയിച്ചതായി ബന്ധു മുനീർ പറയുന്നു. രതീഷ് വാസുദേവൻ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. രതീഷ്, അങ്ങനെ ബന്ധുക്കൾ എന്താണെങ്കിലും ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെ ഉന്നയിക്കുന്നു. ഇപ്പോൾ ഇതിന്റെ ഒരു ഗതി ഏത് രീതിയിലാണ്? ബന്ധുക്കളുടെ ഈ ആരോപണങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇതിന്റെ അന്വേഷണം ഏത് നിലയ്ക്ക് പോകും? സംഗീത, തീർച്ചയായും നമ്മൾ കണ്ടതാണ്. 2 ദിവസം മുമ്പാണ് രാത്രിയിൽ ഇത്തരത്തിൽ ഒരു ആൾക്കൂട്ട മർദ്ദനത്തിന് സമാനമായ സംഭവം ഉണ്ടായത്. തിരുവള്ളൂർ അങ്ങാടിയിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് അവിടെ ഒരു കടയിൽ നിൽക്കുന്ന ആൾക്കാണ് മർദ്ദനമേറ്റിട്ടത് എന്നായിരുന്നു. എന്നാൽ നിലവിൽ തിരുവള്ളൂർ അങ്ങാടിയിൽ ഒരു ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ ഡ്രൈവറായിരുന്ന പേരാമ്പ്ര സ്വദേശിയായ യുവാവിനാണ് മർദ്ദനമേറ്റത്. ഇദ്ദേഹത്തിന് ചില മാനസിക അസ്വസ്ഥതകളുണ്ട്. അത്തരം ചികിത്സയിലുണ്ടായിരുന്ന ഒരു യുവാവ് കൂടിയാണ് ഇദ്ദേഹം. ഈ ഗുഡ്സ് ഓട്ടോറിക്ഷ ബൈക്കിലിടിക്കുന്നു. അതുമായി ഉണ്ടായിരുന്ന തർക്കമാണ് ഈ മർദ്ദനത്തിലേക്ക് എത്തിയത്. എന്തായാലും ക്രൂരമായ മർദ്ദനമാണ്. ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കും. അദ്ദേഹത്തിന് വലിയ ഭയപ്പാടുണ്ട്. വലിയ മാനസിക സമ്മർദ്ദത്തിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത്. തുടർ ചികിത്സ ഉൾപ്പെടെ വേണ്ടതുണ്ട്. തന്നെ ആരോ കൊല്ലുമെന്ന ഭയത്തിലാണ് ഇപ്പോൾ വീട്ടിൽ അദ്ദേഹം കഴിയുന്നതെന്ന് ഉൾപ്പെടെ ബന്ധുക്കൾ പറയുന്നു. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിൽ രോഗിയായ ഒരാളെപ്പോലും ഇങ്ങനെ മർദ്ദിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രോഗിയാണെന്ന് അറിഞ്ഞാണ് മർദ്ദനമെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് വടകര പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. സംഗീത. ശരി രതീഷ്.